നമസ്കാരം. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത നിരവധി ആളുകൾ ലോകത്തുണ്ട്. ഇതിനായി വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളും ഇന്ന് ആശുപത്രിയിൽ ലഭ്യമാണ്. രക്തദാനം ചെയ്യുന്ന അതേ പ്രാധാന്യത്തോടെ ബീജവും അണ്ടവും ദാനം ചെയ്യുന്ന ഒരു തലമുറയും നമുക്കിടയിലുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും കൂടുതൽ തവണ ബീജം ദാനം ചെയ്തെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കാലിഫോർണിയയിലെ 32-കാരനായ കൈൽ ഗോർഡി. ബീജദാതാവായ കൈൽ ഗോർഡി നിലവിൽ 87ഓളം കുട്ടികളുടെ പിതാവാണ്. ഈ വർഷം അവസാനിക്കുന്നതോടെ ബീജദാനം നടത്തി 100 കുട്ടികളുടെ പിതാവായി മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവാവ്. ഒരു മാധ്യമത്തോട് സംസാരിക്കവെയാണ് കൈൽ ഗോർഡി തുറന്നടിച്ചത്. ഇതോടെ ഈ സ്ഥാനം സ്വന്തമാക്കിയ 3 പുരുഷന്മാരുടെ റെക്കോർഡ് മാറ്റി എഴുതാൻ ഒരുങ്ങുകയാണ് കൈൽ ഗോർഡി. ഒരുപാട് കുഞ്ഞുങ്ങളുടെ പിതാവാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു യുവാവ് പറഞ്ഞത്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലെന്ന് നിരാശപ്പെട്ടിരുന്ന സ്ത്രീകളെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കാൻ കഴിഞ്ഞു. ലോകത്തിന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ഞാൻ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ പ്രവൃത്തി ഇനിയും തുടരുമെന്നുമാണ് അയാൾ പറയുന്നത്. കൈലിന്റെ സേവനങ്ങൾ ബി പ്രഗ്നന്റ് നൗ എന്ന വെബ്സൈറ്റിലൂടെ സൗജന്യമായി ലഭ്യമാണ്. യുവാവിന് ഇൻസ്റ്റഗ്രാമിൽ 3000-ലധികം ഫോളോവേഴ്സാണ് ഉള്ളത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലായി കൈലിന് 14 കുഞ്ഞുങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ പല ഭാഗത്തിലേക്കും യാത്ര ചെയ്യാൻ താൻ പദ്ധതിയിടുന്നതായി കൈൽ ഗോർഡി പറയുന്നുണ്ട്. ജപ്പാൻ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ കുട്ടികളില്ലാത്ത സ്ത്രീകളുമായി താൻ സംസാരിച്ചിരുന്നതായും യുവാവ് പറഞ്ഞിട്ടുണ്ട്. ബീജം ദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2021 ഓഗസ്റ്റിൽ യുകെയിലും യൂറോപ്പിലും സന്ദർശനം നടത്തിയിരുന്നു. ഡെൻമാർക്കിലും സ്വീഡനിലും എത്തി നിരവധി സ്ത്രീകൾക്ക് ബീജവും നൽകി. കുട്ടികൾ ഉണ്ടാകാൻ സ്ത്രീകൾക്ക് ബീജം നൽകുന്ന പ്രവൃത്തി ശരിക്കും ആസ്വദിക്കുകയാണ്. ബീജത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ ആരോഗ്യകരവും ജൈവവുമായ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ കൂടി സന്ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും യുവാവ് മുമ്പേ വ്യക്തമാക്കിയിരുന്നു. പല സ്ത്രീകളിലായി നിരവധി കുട്ടികളുണ്ടെങ്കിലും കുറച്ചു പേരെ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ എന്ന് കൈൽ പറഞ്ഞിരുന്നു. എല്ലാ കുട്ടികളെയും കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനായി അമ്മമാരുമായി ബന്ധം തുടരാൻ പ്രത്യേക ചാറ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ചിത്രം കാണുകയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുമുണ്ട്. 2014 ആദ്യമായി ബീജം ദാനം ചെയ്തത്. ലെസ്ബിയൻ ദമ്പതികൾക്കായിരുന്നു ബീജം നൽകിയത്. അവർ ഗർഭിണിയായ വാർത്ത പുറത്തു വന്നതോടെ കൂടുതൽ പേർ ആവശ്യവുമായി എത്തുകയായിരുന്നു. ഫ്രീ ആയിട്ടാണ് ബീജം നൽകുന്നത്. സ്ത്രീകളുടെ സന്തോഷമാണ് പ്രധാനം. നല്ല ബീജം നിലനിർത്താൻ ഒരു ദിവസം 18 വ്യത്യസ്ത ഔഷധങ്ങളും സപ്ലിമെന്റുകളും കഴിക്കുന്നുണ്ട്. കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളോ മദ്യം, മയക്കുമരുന്ന്, സിഗരറ്റ് എന്നിവ ഉപയോഗിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.